നമ്മുടെ കുട്ടികൾക്കായാലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, നമ്മൾ എങ്ങനെ കണ്ടെത്തുക? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഓരോന്നിനും ഓരോ ലക്ഷണങ്ങൾ പറഞ്ഞില്ലേ. ആദ്യം നമ്മൾ എന്തുണ്ടാ നോക്കുക, ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒത്തു നോക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഒത്തു നോക്കിയിട്ട് എല്ലാം ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. അതായത് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഐക്യു എന്ന് അറിയില്ലേ? ഐക്യു എന്താന്ന് അറിയില്ലേ? എന്താ ഐക്യു? നമ്മളെ ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഐക്യു എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നമ്മള് 90 മുതൽ 110 110 വരെയാണ് നമ്മൾ നോർമൽ കുട്ടികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ കേസിൽ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കേസിൽ അവർക്ക് ഐക്യു ഒക്കെ ഉണ്ടാവും. അവരെല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളായാലും ശരി, നമ്മൾ മെമ്മറി ആയാലും ശരി, ഒക്കെ അവർക്ക് എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും, നോർമൽ ആയിരിക്കും. പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ മാത്രമായിരിക്കും എന്ത് വരിക? ബുദ്ധിമുട്ട് വരിക. നമ്മൾ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇമോഷണൽ ആയിട്ടുള്ള കോസസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇപ്പൊ മുമ്പല്ല, ഫാമിലിയിലുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കളിയാക്കുന്നതോ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസോ ഒക്കെ അതിന് കാരണമാവും. പക്ഷെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇമോഷണൽ ഇല്ല, പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ വരുന്നുള്ളൂ. അവരുടെ ഐക്യു എന്ന് പറയുന്നത് എപ്പോഴും നോർമൽ ആയിട്ടുള്ള കുട്ടികളായിരിക്കും. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് വളരെ ഉഷാറോടുകൂടെ ചെയ്യും. അതുപോലെ മെമ്മറി ആയാലും ഷാർപ്പായിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കാൻ പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും? മടിയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് നമ്മൾ പറയും.